ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന ഭാസ്കരനെ, ദിവാകരനെ, അർക്കനെ, സൂര്യനെ ഞാനിതാ പ്രണമിക്കുന്നു. ഞങ്ങൾ ജ്യോതിഷികൾ ആദ്യത്തിനെ പ്രണമിച്ചുകൊണ്ടാണ് ഞങ്ങളെ കവടിക്കരി ആരംഭിക്കുക. ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മീയത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥ യശ്രുതൗ വാചം ന സ ദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോ രവി. ഈ മന്ത്രം 3 തവണ ഉച്ചരിച്ചു കൊണ്ടാണ്, ചൊല്ലിക്കൊണ്ടാണ് ജ്യോതിഷികൾ തങ്ങളുടെ കവടിക്കര ആരംഭിക്കുക. സൂര്യന് ശിവനാകുന്നു. അർക്ക ശംഭു, സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുക. ആ ശിവൻ്റെ ജ്ഞാനമയമായ രൂപമാകുന്നു ഏത് രൂപം? ദക്ഷിണാമൂർത്തി രൂപം. ദക്ഷിണാമൂർത്തി സ്വാമിയെയും ഞങ്ങൾ എന്തു ചെയ്യുന്നു? രാശിക്കാലത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാതങ്കാരാദി പീഠോപരി പരിലസിതം സേവ്യമാനം സുരോഘേഹി ജാനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദദതമിഷികണേ ജ്ഞാനമീശാനമീടേ. ഇത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മന്ത്രമാകുന്നു. ഏതായാലും നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ആദിത്യൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള പ്രയാണമാണ്. ആദിത്യൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കൊല്ലവർഷം മലയാള വർഷം 1202 ആരംഭിക്കുകയാണ്. അതായത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2026 ആഗസ്റ്റ് മാസം 17-ാം തീയതി തിങ്കളാഴ്ച ചിത്ര നക്ഷത്രത്തിൽ വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയിലാണ് ചിങ്ങരവി സംക്രമം. വളരെ നല്ല ഒരു ദിനത്തിലാണ് ചിങ്ങരവി സംക്രമം വരുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു സമൃദ്ധമായ ചിങ്ങമാസം, പുത്തൻ തിരുവോണം വരുന്ന ചിങ്ങമാസം ആരംഭിക്കുകയാണ്. അതിൻ്റെ എല്ലാവിധ ശുഭാശുഭ ഫലങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ ഈ പൊന്നിൻ ചിങ്ങവർഷത്തിൽ നിന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ സൂര്യൻ 1202 ചിങ്ങമാസം 1-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 7:51 ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ചിങ്ങമാസം ആരംഭിക്കുന്നത് 7:51 മുതലാണ്. ഏതായാലും ഒരു ശോഭനമായ ചിങ്ങമാസ ആരംഭം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പരാമർശിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് സജീവമായി ചിന്തിക്കാം. എന്താണ് ചിങ്ങൻ രാശിയുടെ പ്രത്യേകത? ചിങ്ങൻ രാശി സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്. സിംഹേ വിംശതി രാതിത. ചിങ്ങമാസം 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാണ്. ഒരു ഗ്രഹം സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ രാശിക്ക് എല്ലാവിധ ശക്തിയും ആ രാശിക്ക് ഗ്രഹിക്കുന്നതാണ്. സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ രാഹുവോടുകൂടെ വരുമ്പോൾ എന്തുണ്ടാകുന്നു? ഗ്രഹണം സംഭവിക്കുന്നു. അല്ലാതെ സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ മറ്റുള്ള ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുക്കുന്നു. സൂര്യനാണ് ഏറ്റവും ശക്തനായ ഗ്രഹം. ഏതായാലും പ്രിയമുള്ള പ്രേക്ഷകർ, മേടൻ രാശി മുതലുള്ള ഈ ഫലങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പുരൂരുരാശി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതി. ഇവിടെ മീനൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് അങ്ങേയറ്റം അത്യന്തം ശക്തമായ 6-ാം ഭാവത്തിലാണ്. മീനൻ രാശിയെ സംബന്ധിച്ചോളം സൂര്യൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. കഴിഞ്ഞ 2 മാസം മിഥുനമാസത്തിൽ 4-ാം ഭാവം, കർക്കിടകത്തിൽ 5-ാം ഭാവം, ഇവിടെ 6-ാം ഭാവം. സൂര്യൻ വളരെ ബലവാനാണ്. കഴിഞ്ഞൊരു മാസക്കാലം സൂര്യൻ വ്യാഴത്തോടുകൂടി വ്യാഴത്തിന് മൗഢ്യം കൊടുത്തുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾക്കൊക്കെ തന്നെ പരിഹാരമാണ് 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ സൂര്യൻ അറിയുക. ബലവാൻ ശത്രു ജിതസ്യ ശത്രുയാതെ. ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം വളരെ നല്ലതാണ്. രിപുധ്വംസകത് ഭാസ്കരോ യശിഷ്ഠേ തനോദിവ്യം രാജുതോ മിത്രോദവ. രിപുധ്വംസകത്, രിപു ധ്വംസയതി, തൻ്റെ ശത്രുക്കളെ നശിപ്പിക്കും 6-ാം ഭാവത്തിൽ സൂര്യൻ വന്നാൽ. തനോദിവ്യം, ധാരാളം കാശ് ചിലവാക്കും. കാശ് ധാരാളം വരണ്ടേ. രാജതോ മിത്രോദവ, സുഹൃത്തുക്കൾക്ക് വേണ്ടിയും രാജാവിന് വേണ്ടിയും പലപ്പോഴും രാജാവിന് ടാക്സ് എടുക്കേണ്ടുന്ന അവസ്ഥയൊക്കെ വരാം. കുലേ മാതുരാവ ചതുഷ്പാദയോ, അമ്മയുടെ കുലത്തിൽ വെച്ച് വാഹനങ്ങൾ കൊണ്ട് ചതുഷ്പാദികൾ, നാൽക്കാലികളെ കൊണ്ട് ഉപദ്രവം. ഇന്ന് നാൽക്കാലികൾ എന്നാൽ വാഹനമാണ്. ഒരിക്കലും അസമയത്തുള്ള യാത്ര പ്രോത്സാഹിപ്പിക്കരുത് മിഥുനൻ രാശിക്കാർ ഈ ഒരു മാസക്കാലം. യാത്രയിൽ അപകടങ്ങളുണ്ടാകാം. പ്രയാണേ നിഷാദേർ വിഷാദം ലഭ്യത.
വഴിയിൽ ശത്രുക്കളാൽ ഉപദ്രവങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിനാൽ അസമയത്ത് യാത്ര അല്ലെങ്കിൽ തർക്കങ്ങളുണ്ടാവുക, അവിടെ പ്രകോപിതനായിട്ട് പെരുമാറേണ്ടി വരിക, പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന അവസ്ഥയൊന്നും ഉണ്ടാകരുത്. നിയന്ത്രിച്ചാൽ ഈ ഒരു മാസം ഏറ്റവും നല്ല മാസമാണ് ചിങ്ങൻ രാശിക്കാർക്ക് സംബന്ധിച്ചോളം. വ്യാഴത്തിൻ്റെ മൗഢ്യം മാറി, ബുധൻ്റെ മൗഢ്യം മാറി. 5ാം ഭാവത്തിൽ ബുധനും വ്യാഴവും ഒന്നിച്ച് നിൽക്കുന്നു. ഇവിടെ 6ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ഡിസ്ക് കംപ്ലയിൻറ്റ്, നടുവേദന വളരെ ശ്രദ്ധിക്കുക. പാദങ്ങൾക്ക് പരിക്ക് വരും, അസ്ഥ്യസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും. വിഷസ്പർശം ഏൽക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ആ സമയത്തുള്ള യാത്ര വളരെ ശ്രദ്ധിച്ചാൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഈ ഒരു മാസക്കാലം ഏറ്റവും നല്ല തൻ്റെ ആത്മപ്രഭാവം, വ്യക്തിത്വം, സദസ്സിൽ വലിയ ആളുകളുമായുള്ള സൗഭാഗ്യങ്ങൾ, സൗഹൃദങ്ങൾ, ഇതിലൊക്കെ തന്നെ പുരോഗമിച്ച് മുന്നോട്ട് പോകാൻ മീനൻ രാശിക്കാർക്ക് സൂര്യൻ പ്രാപ്തനാക്കും. നന്ദി, നമസ്തേ.